ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേരളത്തിൽ നിന്നുള്ള രണ്ട് കത്തോലിക്ക സന്യാസിനിമാരെ അറസ്റ്റ് ചെയ്തതും അവരുടെ ജാമ്യവും തുടർന്നുള്ള കാര്യങ്ങളെയും കുറിച്ചാണ്. സംഭവം നടന്നത് ഈ മാസം ജൂലൈ 25-ാം തീയതി ഛത്തീസ്ഗഡിലെ ദുർഗ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രണ്ട് മലയാളികളായ രണ്ട് കത്തോലിക്ക സന്യാസിനിമാരെ സിസ്റ്റർ പ്രീതി മേരി, സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് എന്നിവരെ അറസ്റ്റ് ചെയ്യുന്നു. സുമൻ മന്ദിർ എന്ന് പറയുന്ന ഒരു കുട്ടിയോടൊപ്പമാണ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർക്കെതിരെ പ്രധാനമായിട്ട് ആരോപിതമായ കുറ്റം എന്ന് പറയുന്നത് മനുഷ്യക്കടത്തിന് ശ്രമിച്ചു, മതപരിവർത്തനത്തിന് ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കേസെടുത്തത്. കീഴ്ക്കോടതിയിൽ നിന്ന് എൻ ഐ എ കോടതിയിലേക്ക് കേസ് പോവുകയും പിന്നെ അവിടെ നിന്ന് ജാമ്യം ലഭിക്കുകയും ചെയ്തു. അതിന് കുറെ രാഷ്ട്രീയ ഇടപെടലൊക്കെ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ മുൻപും ക്രിസ്ത്യൻ മിഷണറിമാരുടെ കേരളത്തിന്റെ ഒരു അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ ഒരു വികസനത്തിന് ക്രിസ്ത്യൻ മിഷണറിമാരുടെ പങ്ക് വളരെ വലുതാണ്. കാരണം അവരുടെ സ്കൂളുകളുണ്ട്, കോളേജുകളുണ്ട്. കേരളത്തിന് അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ വളർച്ചയിലൊക്കെ ക്രിസ്ത്യൻ മിഷണറിമാർ വഹിച്ച പങ്ക് ചെറുതല്ല. നമുക്കറിയാം, നമ്മുടെ വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും അല്ലെങ്കിൽ ആശുപത്രി മേഖലയിലാണെങ്കിലും ഇങ്ങനെ ഏകദേശം എല്ലാ മേഖലകളിലും അവരുടെയും ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതിപ്പോ എല്ലാ മതങ്ങളുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിലും ക്രിസ്ത്യൻ മിഷണറിമാരുടെ കോൺട്രിബ്യൂഷൻ എടുത്തു പറയേണ്ടതാണ്. ഇപ്പൊ മദർ തെരേസയൊക്കെ നമുക്കറിയാം, സുഖമില്ലാതെ കിടക്കുന്ന അവരുടെ തെരുവിലേക്ക് ഇറങ്ങിയാണ് അവർ എന്ത് ചെയ്യുന്നത്, അവരെ ട്രീറ്റ്മെന്റ് ചെയ്യുകയും പിന്നീട് അവരെ മതത്തിലേക്ക് കൊണ്ടുപോയി അവരെ നിർബന്ധിച്ച് കൊണ്ടുപോയോ ഇല്ലേ എന്നുള്ളത് രണ്ടാമത്തെ വിഷയമാണ്. പലരും അവരുടെ താല്പര്യത്തിനനുസരിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ബേസിക് കാരണം എന്താണ്? മതപരിവർത്തനത്തിന് അവർ നിർബന്ധിച്ചു, ഈ രണ്ട് കന്യാസ്ത്രീമാരെ നിർബന്ധിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ തീവ്ര ഹിന്ദുത്വം പുലർത്തുന്ന കുറച്ച് സംഘടനകളുണ്ട്. അവർ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് എന്തുകൊണ്ട് ഒരാൾ വിളിക്കുമ്പോൾ പോകുന്നു, അത് വിശ്വാസം കൊണ്ടാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം കൊണ്ടാണോ അവർ പഠിക്കണം. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് കൂടുതലൊന്നും പഠിക്കേണ്ടതല്ല. സാമ്പത്തിക അടിത്തറ സ്ട്രോങ് ആവാത്തതുകൊണ്ടായിരിക്കും അവർ പോകുന്നത്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സമുദായത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരെ നമുക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാം, അല്ലെങ്കിൽ അവരെ സാമ്പത്തികമായിട്ട് എങ്ങനെ ഓക്കെ ആക്കാം, വിദ്യാഭ്യാസപരമായിട്ട് നമുക്ക് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അവർക്ക് ഹോസ്പിറ്റലൈസ്ഡ് എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഇപ്പൊ മതപരിവർത്തനം എന്ന് പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഇല്ലേ ഉണ്ടോ എന്നുള്ളത് ഇപ്പൊ നമുക്ക് കിട്ടുന്ന സ്റ്റാറ്റിക്സ് വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ അത് കുറച്ചൊക്കെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് പഠിക്കുകയും അത് അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ഇങ്ങനെ ഒരു ബലം പ്രയോഗിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ കേസും മറ്റുമായിട്ട് പോവാതെ അതിന്റെ ബേസിക് റൂട്ട് കോസ് എന്താണെന്ന് മനസ്സിലാക്കി അതിന് പുറകെ പോവുകയല്ലേ വേണ്ടത് എന്നുള്ളതാണ് ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോ ഇന്ത്യ എന്ന് പറയുന്നത് നാനാത്വത്തിൽ ഏകത്വം സൂക്ഷിക്കുന്ന ഒരു രാജ്യമാണ്. അതാണ് ഇന്ത്യയുടെ ഒരു ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ഈ ഒരു വൈവിധ്യമാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇന്ത്യക്കകത്ത് മുൻപും പിൻപും ഒക്കെ ഇങ്ങനെ കുറെ മതങ്ങളോട്ട് മിക്സ് ആയി തന്നെ ഉണ്ടായിരിക്കും എന്ന് നമുക്കറിയാം. അങ്ങനെ ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് ഒരാളിനും അല്ലെങ്കിൽ ഒരാളുടെയും ഒരു പ്രത്യേക ഇതല്ലാതെ ഇത്രയും കാലം നമ്മളൊക്കെ ഒരു മതസൗഹാർദ്ദപരമായിട്ടാണ് മുന്നോട്ട് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ബേസിക് ഒരു മനുഷ്യന് ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് അവരുടെ സാമ്പത്തിക ഉന്നമനം, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഈ സാധാരണക്കാർക്കിടയിൽ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ആരോഗ്യപരമായ ഒരു പ്രശ്നം വരുമ്പോൾ അത് പരിഹരിക്കുക, അതിനൊക്കെ ശേഷമാണ് ഈ മതത്തിന്റെ ഒരു അവിടെയൊക്കെയാണ് അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പോകുമ്പോഴാണ് അവിടെ മതത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ വരുന്നതെന്നാണ് മനസ്സിലാക്കി. ഇപ്പൊ നമ്മൾ നോർമലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും വിശ്വസിക്കുന്ന ഏത് മതത്തിലോട്ട് ആ ദൈവത്തിന് അനുയായികളെ നമ്മൾ കൂട്ടിക്കൊടുക്കേണ്ടതുണ്ടോ? അദ്ദേഹം അത്രയും ഒരു പവർഫുൾ ആയ ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന്റെ അനുയായികളെ അദ്ദേഹം തന്നെ കൊണ്ടുവരില്ലേ? അദ്ദേഹത്തിന് നേരിട്ട് പോയി മിറാക്കിൾ കാണിച്ചുകൂടെ? നമ്മളൊക്കെ പോയിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കുറെ ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതുണ്ടോ? അത് ഒരു ചോദ്യമാണ്. അതോടൊപ്പം തന്നെ ഇപ്പൊ കുറെ ആൾക്കാർ പോകുന്നു എന്ന് പറയുന്നു, ഒരു മതം വിട്ട് വേറൊരു മതത്തിലേക്ക് പോകുന്നു എന്ന് പറയും. ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും കുറച്ച് പൈസയോ അല്ലെങ്കിൽ കുറച്ച് സഹായങ്ങളോ വാഗ്ദാനം ചെയ്തു കഴിഞ്ഞാൽ അവർ ഇരിക്കുന്ന ആ വിശ്വാസത്തിൽ നിന്ന് അവർക്ക് വിട്ടുപോകാൻ പറ്റും. അപ്പൊ അവരൊരു വിശ്വാസിയാണോ? അല്ല, അങ്ങനെയല്ല. അപ്പോ ഒരു മതം എന്ന് പറയുന്നത് നമ്മളിപ്പോ ഇന്ത്യയിൽ കാണുന്ന എല്ലാ മതങ്ങളും ഇന്ത്യയിൽ റൂട്ടുള്ള മതങ്ങൾ തന്നെയാണ്. അപ്പൊ കുറച്ചുപേർ അതിലേക്ക് വന്നതുകൊണ്ടോ അല്ലെങ്കിൽ കുറച്ചുപേർ ഒരു മതത്തിൽ നിന്ന് പോയതുകൊണ്ടോ ആ മതത്തിന് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല എന്നാണുള്ളത്. അപ്പോൾ മനുഷ്യത്വമാണ് ഏറ്റവും വലുത്. എല്ലാ മതങ്ങളിലെ എല്ലാത്തിന്റെ ഏറ്റവും അടിസ്ഥാനം മനുഷ്യത്വം തന്നെയാണ്. അപ്പൊ ഇത്തരം പ്രശ്നങ്ങളിലൂടെ നമ്മുടെ ഒരു നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഒരു ഇന്ത്യയുടെ സൗന്ദര്യം അത് നശിപ്പിക്കാതെ അല്ലെങ്കിൽ ഇത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മളേതായാലും മനുഷ്യരാണെന്ന് വിചാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും ഇന്ത്യയുടെ സുഗമമായിട്ടുള്ള ഭാവിക്ക് ഏറ്റവും നല്ലത്. എന്തായാലും ജാമ്യം കിട്ടിയ കന്യാസ്ത്രീമാരിപ്പോ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അവർക്ക് സ്റ്റേഷൻ ജാമ്യമൊന്നും അല്ല കൊടുത്തിട്ടുള്ളത് തന്നെ ഏറ്റവും ആശ്വാസകരമാണ്. അതായത് അവർക്ക് ഛത്തീസ്ഗഡിൽ നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് മൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്.
എന്നാലും തുടർന്ന് ഇപ്പോൾ തന്നെ കേരളത്തിൽ ഈ റീസെന്റ് ആണ് ഒരു മനുഷ്യക്കടത്ത് കേസ് കോടതി അവരെ വെറുതെ വിട്ടത്. അതുപോലെ അവരുടെ ഭാഗത്തെ സത്യം അവർക്ക് തെളിയിക്കാൻ പറ്റട്ടെ. അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അവരെ കോടതി വെറുതെ വിടട്ടെ എന്ന് മാത്രം ആശംസിച്ചു എന്ന് മാത്രമേ പറഞ്ഞുകൊണ്ട് സൈനിങ് ഓഫ്.